PS ജോലിയാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് തവനൂരിലേക്ക് പറഞ്ഞയച്ച് എൻ്റെ വിജയത്തിന് ആവശ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയത് പ്രിയപ്പെട്ട തങ്ങളാണ്. തീർച്ചയായും വിജയിക്കാൻ കഴിഞ്ഞു. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ വിജയം. മതത്തിൻ്റെ പേരിൽ മലപ്പുറത്തിൻ്റെ മതേതര മനസ്സിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾ മലപ്പുറത്തിനെതിരായിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ പല ഭാഗത്തു നിന്ന് ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ദൗർഭാഗ്യവശാൽ മലപ്പുറം വിരുദ്ധ പരാമർശത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമുണ്ടാക്കിയപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മലപ്പുറത്ത് വിജയിച്ചു വരുന്ന ആളുകളുടെ മതം തിരിഞ്ഞ് അതിൻ്റെ കണക്കെടുക്കാനുള്ള ശ്രമം സജി ചെറിയാനെ പോലുള്ള ആളുകൾ നടത്തിയിരുന്നു. അങ്ങനെ മലപ്പുറത്തിനെതിരായിക്കൊണ്ട് വരുന്ന എല്ലാ പ്രചരണങ്ങളും ആ പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയാണ്. മലപ്പുറം മതേതരത്വത്തിൻ്റെ ഈറ്റിലവും ഊറ്റിലവുമാണ്. മറ്റ് പ്രദേശങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും പാരസ്പര്യവും നിലനിൽക്കുന്ന ഒരു മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ്. ആളുകളുടെ മതവും ജാതിയും അല്ല ഇവിടെ എണ്ണപ്പെടുന്നത്, മറിച്ച് മനുഷ്യൻ്റെ മഹത്വമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു വിജയമാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയൊരു റിയൽ മലപ്പുറം സ്റ്റോറിയായി വിജയിച്ച് ആ അഭിമാനത്തോടു കൂടി ഒരിക്കൽ കൂടി പാണക്കാട് തറവാടിൻ്റെ പടി കടന്നു വരുമ്പോൾ അഭിമാനമുണ്ട്. മലപ്പുറത്ത് ഈ പാണക്കാട് തറവാട് കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഊർജ്ജ സ്രോതസ്സാണ്. തീർച്ചയായും അവിടേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ട തങ്ങളോട് നന്ദി പറയുന്നത്